വളരെ കുറച്ച് മാത്രം ഉള്ളൊരു കാര്യത്തിന് മീതെ മനുഷ്യർക്ക് എപ്പോഴും ഒരു ഭീതിയുണ്ട്. എനിക്കൊന്ന് ചരിത്രത്തിൽ ആദ്യത്തെ എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത് പ്ലീനി ദി എൽഡർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കമ്പയർ ചെയ്തതാണ്. അദ്ദേഹം റോമൻ ഭരണകൂടത്തിലെ ഉത്തരവാദിത്വമൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ AD 23 ഈ മനുഷ്യന്റെ ജന്മവർഷം. 37 ഹ്യൂജ് വോളിയൂംസ് ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ട് ഓരോന്നിനെ കുറിച്ചും. അതിൽ 35ാമത്തത് ദി എർത്ത് എന്ന് പറഞ്ഞൊരു വോളിയൂമാണ്. അതിനകത്ത് ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം ഈ റോമ ഭരണാധിപന്റെ മുമ്പിൽ എന്തായിരുന്നു ടൈബൂട്ടിപ്പേഴ്സ് എന്ന് പറയുന്ന പ്രഭുവിന്റെ മുമ്പിൽ ഒരു കൊല്ലപ്പണിക്കാരൻ താൻ കണ്ടെത്തിയ ഒരു ലോഹപാത്രമായിട്ട് വരികയാണ്. അതിങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. വളരെ ലൈറ്റ് വെയ്റ്റഡ് ആണ്. ഇത് പ്രഭുവിന്റെ മുമ്പിൽ കാട്ടിയിട്ട് അയാൾ പറഞ്ഞു, ഇതെനിക്ക് ദൈവങ്ങൾ കാണിച്ചു തന്ന, ഇതിനു മുമ്പ് ഇങ്ങനൊരു ലോഹം ഉണ്ടായിട്ടില്ല, ഇത് മടിന്ന് ക്ലേന്ന് ഉണ്ടാക്കിയത് കണ്ടെത്തിയാണ്. ഇനി ഇതായിരിക്കും ലോകത്തിന്റെ ഗതിയെ നിർണ്ണയിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് അഭിനന്ദനങ്ങൾ സംഭവം അവസാനിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല ഭരണാധികാരി തീരുമാനിച്ചത്. കാരണം അനവധിയായ പടയോട്ടങ്ങളിലൂടെ ശേഖരിച്ചു വെച്ച അളവില്ലാത്ത സ്വർണവും വെള്ളിയും അയാളുടെ ഭണ്ഡാരത്തിലുണ്ടായിരുന്നു, ഖജനാവിലുണ്ടായിരുന്നു. ഈ പുതിയ ലോഹത്തിന് മീതെ മനുഷ്യരുടെ ശ്രദ്ധ വരുമ്പോൾ തന്റെ കൈവശം കരുതി വെച്ചവയ്ക്ക് മൂല്യം കുറയുന്നൊക്കെ ഭയന്ന ഈ മനുഷ്യൻ ഈ ഗോൾഡ് സ്മിത്താണ്, സ്വർണ്ണപ്പണിക്കാരനെ ഇങ്ങനെ കൊല്ലുന്നു എന്ന് പറഞ്ഞൊരു കുഞ്ഞ് സംഭവം പറയുന്നുണ്ട്. അത് അതിൽ തന്നെ റിയലായ ഒരു കഥയാണോ ഒരു മെറ്റഫറാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പിന്നീട് 1800 വരെ ഈ അലൂമിനിയം കണ്ടുപിടിച്ചിട്ടില്ല. അതിന് മീതെ അത്രയും ചർച്ച നടന്നിട്ടില്ല, അത്രയും പരീക്ഷണം നടന്നിട്ടില്ല. കാരണം വളരെ എക്സ്പെൻസീവായൊരു പ്രോസസ്സായിരുന്നു അലൂമിനിയത്തിൻ്റെത്. നല്ല പിന്നീട് ശാസ്ത്രജ്ഞരുടെ നില നമുക്കറിയാം, വളരെയേറെ കോമൺ ആയൊരു എക്സ്പെരിമെന്റ് ആയിട്ട് അത് മാറുകയും അലൂമിനിയം ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന ഒന്നായിട്ട് മാറുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് അതിന്റെ ആവശ്യമില്ലാതെ താല്പര്യമില്ലാതെ ഈ അലൂമിനിയത്തിന്റെ സ്റ്റോർ തന്നെയാണ് മിക്കവാറും സ്നേഹത്തിന്റെ കഥയും. വളരെയേറെ ബുദ്ധിമുട്ടി മനുഷ്യൻ കണ്ടെത്തുന്നതുകൊണ്ട് ഉത്പാദിപ്പിക്കുന്നത് കൊണ്ട് വളരെ കുറച്ച് മാത്രം അവകാശമാക്കാൻ കൈമാറ്റം ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് മനുഷ്യന് ഭീതിയാണ്. ഇത് നഷ്ടമാകുമോ, ഇതിനാരെങ്കിലും പങ്കാളികൾ ഉണ്ടാകുമോ? മനുഷ്യന്റെ ഭീതി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഒരു മോശം വാക്കിനും മീതെ അല്ല, മറിച്ച് ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട വാക്കിന് പുറത്താണ് സ്നേഹം. എല്ലാം ഭീതികളാണ്. അധികാരം പോലും ഇങ്ങനെ മനുഷ്യർക്ക് സ്നേഹം പിടിച്ചു പറ്റാനുള്ള മാർഗമായിട്ട് തന്നെയാണ് കാലാകാലങ്ങളായിട്ട് കരുതിക്കൊണ്ടിരുന്നത്. ഹിറ്റ്ലറിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഈ മനുഷ്യരോടൊപ്പം ഇവ എന്ന് പറഞ്ഞൊരു സ്ത്രീ മരിക്കാൻ തയ്യാറായെങ്കിൽ അവരവരുടെ വളർത്തുനായെ കൂടെ ഇങ്ങനെ കൂട്ടിയെങ്കിൽ അയാളൊരു സ്നേഹശൂന്യായ മനുഷ്യനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പേടിയാണ്. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് പ്രിയപ്പെട്ട പുസ്തകം സുവിശേഷം എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. അതിനകത്ത് ഏറ്റവും സ്നേഹിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഇവളിൽ നിന്നാണ് അവിടെ 7 പിശാചുക്കളെ പുറത്താക്കിയത്. ഏറ്റവും കൂടുതൽ ഉച്ചാടനം ആവശ്യമുള്ള ഒരു തമ്പിന്റെ പേരാണ്, ഒരു ഹബിന്റെ പേരാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. ചെറുപ്രായത്തിലൊക്കെ നമ്മൾ പേടിച്ച് വിറച്ചിട്ടുള്ള ഡ്രാക്കുള ഇപ്പം ആവർത്തിച്ച് വായിക്കുമ്പോൾ നമുക്കൊരു ഫലിതമാണ്. നമ്മളതിനോർത്ത് പേടിക്കുകയോ ആ പേടിച്ച ദിവസങ്ങളിൽ ഫലിതമാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നിട്ടും ആ ക്യാരക്ടർ ഉണ്ടാക്കുന്നൊരു വ്യത്യാസം നമ്മുടെ മനസ്സിനും മായുന്നില്ല. ഇയാള് ഒരു കാലത്ത് ഇങ്ങനെ വളരെ കുടുംബമൊക്കെ ആയിട്ട് വളരെ ഡൊമസ്റ്റിക് ആയിട്ട് ജീവിച്ച ഒരു പ്രഭുവായിരുന്നു. അയാൾ കുരിശുദ്ധത്തിന് പോവുകയാണ്. കുരിശുദ്ധത്തിന് പോകുന്ന ഈ മനുഷ്യൻ തന്റെ ഭാര്യയുടെ പറഞ്ഞു, ഇന്ന ദിവസം ഞാൻ വരും, വന്നില്ലെങ്കിൽ ഞാൻ മരിച്ചതായിട്ട് കണക്കാക്കിയാൽ മതി. ആ പറഞ്ഞ ദിവസം വന്നില്ല. അതിനിടയിൽ
ഒരു കരക്കമ്പി ഉണ്ടായി, എളുപ്പത്തിൽ കൊല്ലപ്പെട്ടു. ഒന്നും അന്വേഷിച്ചറിയാനായിട്ട് പോലും നേരം കൊടുക്കാതെ ഈ സ്ത്രീ ഇങ്ങനെ ഘട്ടത്തിന്റെ മുകളിലും താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്യുന്നത്. ഇയാള് തിരിച്ചെത്തുമ്പോ ഈ ആത്മഹത്യ ചെയ്ത സ്ത്രീയുടെ മൃതശരീരത്തിന് അരികിലിരുന്നു കൊണ്ട് നടക്കുന്ന വലിയ ചർച്ചയാണ്. പുരോഹിതർ ഒരുമിച്ച് കൂടി സംസാരിക്കുകയാണ്, ഇവളെന്ത് ബുദ്ധിയില്ലാത്തൊരു സ്ത്രീയാണ്. അയാൾ കുരിശുദ്ധത്തിൽ കൊല്ലപ്പെട്ടുണ്ടെങ്കിൽ അത് വീരസ്വർഗത്തിലേക്ക് അയാൾ പോയിട്ടുണ്ടാവും. ആത്മഹത്യ ഇങ്ങനെ പാപമാണ്. അങ്ങനെയെങ്കിൽ ഈ വീരസ്വർഗത്തിലുള്ള ഈ മനുഷ്യൻ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്ത സ്ത്രീയെ കാണാൻ പോകുന്നത്? കാരണം അതായിരുന്നു അവളുടെ അവസാനത്തെ വാക്ക്. ഇനി ഭൂമിയിൽ വെച്ച് എനിക്ക് അയാളെ കാണാൻ പറ്റിയില്ലെങ്കിൽ പരലോകത്ത് വെച്ച് ഞങ്ങൾ കാണുമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ആത്മഹത്യ ചെയ്യുന്നത്. ഇതൊക്കെ ഈ മനുഷ്യൻ ഇന്ന് കേൾക്കുകയാണ്. അപ്പൊ ആ മനുഷ്യൻ തന്നോട് തന്നെ പറഞ്ഞു, ഈ മരിച്ചവരോട് പോലും കനിവ് കാണിക്കാത്ത നിങ്ങളുടെ സമ്പ്രദായങ്ങളാണ്. എന്നിട്ട് ഇവളുടെ കല്ലറുടെ മീതെ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ പ്രതിജ്ഞ എടുക്കുകയാണ്, എത്ര ശക്തമായിട്ട് ഞാൻ സ്നേഹിച്ചോ അത്ര ശക്തമായിട്ട് ഞാൻ വെറുക്കാൻ പോവുകയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ കുട്ടിക്കാലത്തെ ഈ ഭയപ്പാടുണ്ടാക്കിയ ഡ്രാക്കുളയുടെ രണ്ടാം ജീവിതം. എത്ര സ്നേഹിച്ചു അത്രയും ശക്തമായിട്ട് വെറുക്കാൻ പോവുകയാണ്. അപ്പോൾ ഉച്ചാടനം ആവശ്യമുള്ള, ക്ലാരിറ്റി ആവശ്യമുള്ള ഒരു കുഞ്ഞു പദത്തിന് മീതെയാണ് ഇപ്പോഴും നമ്മൾ തട്ടിവീഴുകയും ചോരപ്പൊടിയും ഒക്കെ ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ നമ്മുടെ ചങ്ങാതിമാരെയൊക്കെ ഓർമ്മിച്ചെടുക്കുന്നത്. നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഘം കുട്ടികൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരിടത്തിന് മറ്റിടത്തിന് വിളിച്ച് ഞങ്ങൾ വരുന്നൊരു വശത്തുനിന്ന് 10-30 കുട്ടികൾ ഒരുമിച്ചാണ് സ്കൂളിലെത്തുന്നത്. ചില ദിവസങ്ങളിൽ ഞങ്ങളുടെ ഒരാൾക്ക് ഇതിൽ മുമ്പേ പോകേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾക്കിടയിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ഈ നേരത്തെ പോകുന്ന ആള് അയാൾ കാത്തു നിൽക്കുന്ന ഇടത്തിൽ എന്തെങ്കിലും വെച്ചിട്ട് പോകണം. ഒരു വെള്ളക്കായോ ഒരു ഓലക്കീറോ ഒരു ചെമ്പരത്തിയോ എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം കാണാം. അതിന്റെ അർത്ഥം അയാൾ മുമ്പേ പോയെന്നുള്ളതാണ്. ഈ കുട്ടിക്കാലത്തെ കളിയാണ് ഇപ്പൊ ഒരു 19 വയസ്സ് കഴിയുമ്പോൾ ഓർമ്മിച്ചെടുക്കുന്നത്. ഇത് കുറെ കാലത്ത് നമ്മൾ മറന്നുപോയൊരു കളിയാണ്, മറന്നുപോയൊരു സൂചനയാണ്. നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ പുലരി എല്ലാത്തിനെയും ചിതറിക്കും, സായന്തനം എല്ലാത്തിനെയും ശേഖരിക്കും. നമുക്കറിയാം, പുലരിയിൽ ഇങ്ങനെ കിളികളൊക്കെ പറന്നു പോകുന്നു, സായന്തനം ഒരു 50s എത്തുമ്പോഴേക്കും അതെല്ലാം തിരിച്ചു വരികയാണ്. അപ്പൊ കൂട്ടി കുറച്ച് ധരിച്ചു കഴിയുമ്പോൾ ഇത്രയേ ഉള്ളൂ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയാവുന്നൊരു കുഞ്ഞു രൂപകം. ഇങ്ങനെ ഇത്തിരിയൊക്കെ നേരത്തെ പോകേണ്ടി വരും. നേരത്തെ പോകേണ്ടി വരുന്ന മനുഷ്യര് എന്ത് വെച്ചിട്ടാണ് പോകുന്നത്? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകൾ, ഏറ്റവും നിർമ്മലമായ ഓർമ്മകൾ വെച്ചിട്ട് പോകുന്ന ഒരാളുടെ പേരാണ് ഈ ചങ്ങാതി എന്ന് പറയുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട പാത്രമാണ്. ആ ഒരു വെസലിന്റെ പേരാണ് ഈ ചങ്ങാതി. അതെല്ലാവർക്കും എവിടെങ്കിലുമൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്ത് വെക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അമൂല്യത്തെ നിർണ്ണയിക്കുന്ന ഏക ഘടകം. നിങ്ങൾ എന്ത് വെച്ചിട്ട് പോകുന്നു, ആരിൽ വെച്ചിട്ട് പോകുന്നു. ഒരു ശരിയായ രാഷ്ട്രീയ ബോധം പോലും എന്താണ്? അതിങ്ങനെ കാര്യമായിട്ട് ചങ്ങാതികളില്ലാത്ത മനുഷ്യരിൽ ചങ്ങാത്തം വെച്ചിട്ട് പോകാന്നുള്ളതാണ്. മറ്റെന്താണ് ഒരു രാഷ്ട്രീയത്തിന്റെ ദിശയെ നിർണ്ണയിക്കുന്നത്? മതത്തെക്കുറിച്ചുമൊക്കെ ഉള്ള ആദ്യസങ്കല്പങ്ങൾ എങ്ങനെയായിരുന്നു? ഫ്രണ്ട് ഓഫ് ദി ഫ്രണ്ട്ലെസ്, ചങ്ങാതി ഇല്ലാത്തവരിൽ ചങ്ങാത്തം കൊടുക്കുക എന്ന് പറഞ്ഞൊരു ഘടകമായിരുന്നു. അപ്പോൾ ഒരേ ഒരു കുഞ്ഞ് കാര്യമൊന്ന് സൂചിപ്പിച്ച് ഏകാഗ്രമാക്കിയിട്ട് ഈ കൊച്ചു വർത്താനങ്ങളൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് എനിക്ക് തന്നിട്ടുള്ള സമയത്തേക്കാൾ നേരത്തെ അവസാനിപ്പിക്കാൻ കരുതുക. നമ്മൾ എന്തിന് ആരിൽ വെച്ചിട്ട് പോകുന്നു? ബെഗമോദ് ബഷീറൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതാവുന്ന എങ്ങനെയാണ്? ഞാൻ വിചാരിക്കുന്നില്ല ഇങ്ങനെ പുസ്തകങ്ങൾ എഴുതിയതുകൊണ്ട് മാത്രമാണെന്ന്. പൊതുവെ നമ്മുടെ കാലത്ത് പറയുന്നൊരു തർക്കം അതാണ്, നിങ്ങൾ അയാൾ എഴുതിയതിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുക, അയാളുടെ ജീവിതവുമായിട്ട് അതിനെ കൂട്ടി വായിക്കാതിരിക്കുക. മറ്റു പലതിനകത്തും വേണമെങ്കിൽ നിങ്ങൾക്കതിനിങ്ങനെ ബൈഫക്കറ്റ് ചെയ്യാം. പക്ഷെ എഴുത്തില് അതിനുള്ള അവകാശം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കുറെ കാലം മുമ്പ് എന്നെ കാണാൻ വേണ്ടി വന്ന ഒരു മനുഷ്യൻ പറഞ്ഞ കണക്കാണ്, എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ ഈ റിസർവ് ബാങ്കിൽ നോട്ട് അടിക്കുന്ന കണക്ക് എഴുതണം. എന്നതിൻ്റെ അർത്ഥം ഒരു
നോട്ട് ഇതിൽ ഈ കമ്മണ്ടത്തിലോട്ട് പോകുമ്പോഴേക്കും അതിന് തുല്യമായ പൊന്നു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എളുപ്പമല്ല ഈ എഴുത്ത് ജീവിതവും വ്യക്തി ജീവിതവും തമ്മിലുള്ള ഒരു ബൈഫക്കേഷൻ. അപ്പോൾ ബഷീറൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതാവുന്നത് അയാളുടെ എഴുത്ത് ജീവിതം കൊണ്ട് മാത്രമല്ല, അപ്പം വ്യക്തി ജീവിതം കൊണ്ടാണ്. ഇങ്ങനെ സ്നേഹം കൊണ്ട് ഇങ്ങനെ ഉന്മാദത്തോളം എത്തിയൊരു മനുഷ്യനൊക്കെ നിലയിലാണ് നമ്മളയാൾ വായിച്ചെടുക്കുന്നത്. ഈ മനുഷ്യൻ എന്തിനാണ് ഈ 2 പ്രാവശ്യം തടവറയിലായിരുന്നു, 2 പ്രാവശ്യം തടവറയിലാകുമ്പോൾ ഈ മനുഷ്യൻ എന്തിനാണ് ഈ വളപ്പിൽ പൂക്കൾ നട്ടുവളച്ചത്? ജയിൽ വളപ്പിൽ പൂക്കൾ നട്ടുവളർത്താൻ വേണ്ടി അതിങ്ങനെ ബന്ധുക്കളൊന്നുമല്ല. പക്ഷെ എത്ര ചെറിയ കാലമാണെങ്കിലും എത്ര അഡ്വേഴ്സ് ആയിട്ടുള്ള പരിസരത്തിലാകുമ്പോഴും നിങ്ങൾ എന്ത് വെച്ചിട്ട് പോകുന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അവനവനെ തന്നെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അവരുടെ ആശ്രമത്തിൽ ഗസ്റ്റ് റൂംസ് ഉണ്ട്. അതിഥികൾക്ക് രാപ്പാക്കാനായിട്ട് അങ്ങനെ കുറച്ച് മുറികൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നൊരു പോസ്റ്റർ ഇങ്ങനെയാണ്: നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ ഭംഗിയുള്ളൊരു മുറി വിട്ടിട്ട് പോകണം. എല്ലാത്തിനകത്തും അങ്ങനെ തന്നെയാണ്. നിയമസഭ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമായിട്ട് വളരെ ബന്ധമുള്ള ഒരിടമാണ്. നമുക്ക് വേണ്ടി ചില മനുഷ്യർ ഇവിടെ ഇരുന്ന് സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് കാലാകാലങ്ങളായിട്ട് നമ്മുടെ ദേശത്ത് അനുഭവിച്ചു കൊടുത്തിരിക്കുന്ന ഒരു 5 വർഷമാണ്. 5 വർഷം ഇങ്ങനെ ഏതൊരു കാലഘട്ടം എടുത്തു നോക്കുമ്പോഴും ചെറിയ കാലം തന്നെയാണ്. എന്നാൽ പോലും 5 വർഷം ഇങ്ങനെ ചുറ്റിനുമുള്ള ഈ വിളുമ്പിലുള്ള മനുഷ്യരിലോട്ട് നിങ്ങൾ എന്തുമാത്രം എത്തി എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഒരു അർപ്പിത കാലത്തിന്റെ ഏറ്റവും നല്ല അറ്റസ്റ്റേഷൻ. നമ്മൾ എന്ത് വെച്ചിട്ട് പോകുന്നുള്ളതാണ്. ഈ മെമ്മറി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ മെമ്മറി എന്ന് പറഞ്ഞൊരു സംഭവം സൃഷ്ടിക്കപ്പെടുന്നതാണ്. വി ക്രിയേറ്റ് മെമ്മറി. പലരും വിചാരിക്കുന്നത് ഇങ്ങനെ ഓർഗാനിക് ആയിട്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെ നമ്മുടെ ഡിഫോൾട്ട് സിസ്റ്റത്തിൽ നമ്മൾ കൈമാറുന്ന ഒന്നാണ് ഈ മെമ്മറി എന്നുള്ളത്. മെമ്മറി മനുഷ്യൻ തന്റെ പോയട്രി കൊണ്ടും റിഫ്ലക്ഷൻ കൊണ്ട് രൂപപ്പെടുന്ന ഒന്നാണ്. ഈ സന്ധ്യ എങ്ങനെയാണ് മെമ്മറി ആയിട്ട് മാറുന്നത്? പക്ഷെ തിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ കൂടെ വന്ന കൂട്ടുകാരനുമായിട്ട് വഴിയിൽ നിന്നൊരു കാപ്പി വാങ്ങിക്കൊടുക്കുമ്പോഴാണ് ഇതൊരു മെമ്മറിയുള്ള സന്ധ്യയായിട്ട് മാറുന്നത്. കേൾക്കുമ്പോൾ വളരെ ചെറിയ കാര്യമാണ്. ഈ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ജീവിതത്തിന് ഇൻസ്റ്റലേഷൻ ഒക്കെ നടക്കുന്നത്. ഞാൻ പള്ളിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഞാൻ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ 12,000 വർഷം മുമ്പ് ഒരാളിങ്ങനെ മടങ്ങിപ്പോകുന്നതിന്റെ തലേരാവിലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇത് എന്റെ ശരീരമാണ്, ഇത് രക്തമാണെന്ന് പറഞ്ഞ് അപ്പം വെച്ചിട്ട് പോയി. ആ അപ്പം അന്നവിടെ ഇരുന്ന് പിന്നെ വിചാരിക്കാം, വെള്ളിയാഴ്ച ശനിയാഴ്ച ഇരുന്നിട്ടുണ്ടാവും. പക്ഷെ ഉയർപ്പിന്റെ ഒരു ഞായറുണ്ട്. അന്ന് തൊട്ട് ഈ 2025 ജനുവരിയിലെ ഒരു 8-ാം തീയതി വരെ അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മെമ്മറി ഉണ്ട്. അതിനേക്കാൾ ഇങ്ങനെ ചിട്ടയായിട്ട് നൈരന്തര്യമുള്ള ഈ ഇഴമുറിയാത്ത എന്ത് മെമ്മറിയെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും. അത് സൃഷ്ടിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും പോയറ്റിക് ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ സ്പിരിച്വൽ ഇൻസ്റ്റലേഷനാണ് ഈ അപ്പം എടുത്തിട്ട് പറയുന്നത് ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുക. എന്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ ഒരു പബ്ലിക് സർവന്റ് ആയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിൽ MEDP ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. അതിപ്പോ ഇല്ല. ഒരു 2 വർഷം മുമ്പ് ഫെബ്രുവരിയിൽ അദ്ദേഹം കടന്നുപോയി. ഏതാനും ദിവസം കൂടിയൊക്കെ ഉള്ളൊരു ദിവസം ഹോസ്പിറ്റലാണ്. അതൊക്കെ കാണാനായിട്ട് ഞാനും എൻ്റെ ഒരു സ്നേഹിതനും ചെന്നു. ഞങ്ങൾ കുറച്ചു നേരം മിണ്ടി. അത് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴേക്കും പുള്ളി ഞങ്ങളെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന നിലയിൽ ഒരു ക്യാൻറ്റീനുണ്ട്, ഹോസ്പിറ്റൽ ക്യാൻറ്റീനുണ്ട്. അവിടെ സാമാന്യം നല്ല ഊണ് കിട്ടും, കഴിച്ചിട്ട് പോകണം. ഈ പറഞ്ഞ ആള് പിന്നീട് ഉണ്ടാകുന്നത് 24/12 2.5 ദിവസം മാത്രമാണ്. അത് ഡോക്ടർമാർക്ക് നമുക്കും പിടുത്തം കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് വ്യക്തമായ ധാരണയുള്ള ഒരു മനുഷ്യനാണ് കിടക്കുന്നത്. നിമിഷങ്ങളെ മെമ്മറി ആക്കുക. ഈ താവൂസിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർമ്മിക്കണം, ഇനി നിങ്ങൾ അയാളെ ഒരിക്കലും കാണാൻ പോകുന്നില്ല. ഒരിക്കലും കാണാൻ സാധ്യമില്ലാത്ത ഒരാള്
അയാൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കാം. ഏറ്റവും നല്ല ഓർമ്മ നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോകുന്ന ഏറ്റവും വിശിഷ്ടമായ പാത്രത്തിന്റെ പേരാണ് സ്നേഹിതൻ. അയാൾ നമ്മൾ എന്തുമാത്രം സ്നേഹിച്ചെന്നു, അയാൾ നമുക്ക് വേണ്ടി എന്തോ അലഞ്ഞെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. മറ്റുള്ള ജീവിതങ്ങൾക്ക് വേണ്ടി തീർപ്പേൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആരാ ഏൽപ്പിച്ചിട്ടുള്ളത്? നിങ്ങൾ അയാൾ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? അയാൾ ഓരോരോ ഘട്ടങ്ങളിൽ നിങ്ങൾ അയാളോടൊപ്പം എന്തുമാത്രം കൂടെ നിന്നിട്ടുണ്ട്? പുസ്തകത്തിന്റെയൊക്കെ ഒരു സംസ്കാരത്തിൽ നിന്നാണ് ഈ ഒരു സന്ധ്യയൊക്കെ ഭാവന ചെയ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ചരിത്രത്തിൽ 2 കൂട്ടുകാരെ കൂടി പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്കിത് ഈ കാര്യങ്ങൾ ഈ പരസ്പരാലിംഗനത്തെ അവസാനിപ്പിക്കാമെന്ന് കരുതുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കാം. പക്ഷെ അവരെയൊക്കെ ഓർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചില ഏകാഗ്രതയെ തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അതിങ്ങനെ കാഫ്കയുടെ കൂട്ടുകാരനാണ്. കാഫ്കയുടെ കൂട്ടുകാരന്റെ പേര് മാക്സ് ബ്രോഡ് എന്നാണ്. കാഫ്കയ്ക്ക് അയാളത്തിന് ഒരു ആത്മവിശ്വാസമില്ല. താൻ എഴുതുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏകാഗ്രത ഇല്ലാത്തതാണെന്നും കാമ്പില്ലാത്തതാണെന്നുള്ള ഒരു ധാരണയിൽ ഇങ്ങനെ വല്ലാതെ പെട്ടുപോയ മനുഷ്യനാണ്. പക്ഷെ എഴുതുന്നതൊക്കെ ഇങ്ങനെ പെർഫെക്റ്റ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പന് കത്തെഴുതുന്നുണ്ട് കാഫ്ക. അപ്പൻ എഴുതിയ കത്ത് പോലും ഇങ്ങനെ 45 ഷീറ്റാണ്, ടൈപ്ഡ് ഷീറ്റാണ്. പിന്നെ 2 ഷീറ്റ് അയാൾ പിന്നെ എഴുതി ചേർക്കുന്നുണ്ട്. അപ്പൊ ഒരു വീടിനകത്ത് അപ്പനും മകനും ഇടയിൽ കൈമാറുന്ന ഒരു കത്ത് പോലും ഇങ്ങനെ കുറ്റമറ്റതാവുമെന്നും ആഴമുള്ളതാണെന്നും അഗാധമാവണമെന്നും ഒക്കെ അയാൾക്ക് ആഗ്രഹമുണ്ട്. ഈ ഒരു പ്രിയോക്യുപ്പേഷൻ ഉള്ളതുകൊണ്ട്, ഈ ഒരു ബെഞ്ച് മാർക്ക് ഉള്ളതുകൊണ്ട് അയാൾക്ക് അയാളുടെ മീതെ മതിപ്പില്ല. എഴുതുന്നതൊക്കെ ഇങ്ങനെ ട്രാഷാണെന്നൊക്കെയാണ് അയാളുടെ ഭാഷയിൽ പറയുന്നത്. അപ്പോഴാണ് അയാൾക്ക് അക്കാലത്ത് തന്നെ പ്രശസ്തനായ ഒരു കൂട്ടുകാരനെ കിട്ടുന്നത്, മാക്സ് ബ്രോഡ്. ഈ മാക്സ് ബ്രോഡിനാണ് ഈ മനുഷ്യൻ തന്റെ അപ്രകാശിത മാനുസ്ക്രിപ്റ്റുകളൊക്കെ കൈമാറുന്നത്. എന്നിട്ട് അയാളോട് ഈ മനുഷ്യൻ ഒരു വാക്ക് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം കത്തിച്ചു കളയണം. അതായിരുന്നു ഈ സാമാന്യം ചെറിയ പ്രായത്തിൽ, ഇളം പ്രായത്തിൽ പോയ ആ മനുഷ്യന്റെ അവസാനത്തെ ഒരു ആഗ്രഹം. എന്നിട്ടോ മാക്സ് ചെയ്യുന്നില്ല. കാരണം ഈ മനുഷ്യൻ അറിയപ്പെടേണ്ടത് ഇയാൾ വെച്ചിട്ട് പോയ ഈ അപ്രകാശിത എഴുത്തുകുത്തുകളിലൂടെയാണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ വെട്ടം അയാൾക്കുണ്ടായിരുന്നു. അതിനു മീതെ അടയിരുന്നു, അത് പഠിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ചരിത്രം മാറുന്നത്. ബേസിക്കലി ബൊഹീമിയനാണ് ഈ മനുഷ്യൻ. അവിടെ നിന്നൊക്കെ ഇവർക്ക് ഇങ്ങനെ ഓടിപ്പോകേണ്ടതായിട്ട്, ബൊഹീമിയൻ നമ്മൾ പറയുന്ന അർത്ഥത്തിലല്ല, സംബഡി ഫ്രം ബൊഹീമിയ, ചെക്കിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടുള്ളൊരിടം. അങ്ങനെ ഈ ജ്യൂസിനെതിരായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ മനുഷ്യന്റെ സോർട്ട് ഓഫ് ഡയസ്പോറ ആരംഭിക്കുമ്പോൾ ഇയാളുടെ കൈവശം ഇയാൾ കരുതിയ അമൂല്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏക വസ്തു ഈ കാഫ്കയുടെ കുറിപ്പുകളാണ്, ഡയറികളാണ്. ആ ഡയറി എഴുത്ത് തന്നെ ആരംഭിക്കുന്നത് ഇയാൾ ആവശ്യപ്പെട്ടിട്ടാണ്. നിന്റെ തലയിൽ കൂടി പോകുന്ന കാര്യങ്ങൾ നാളെ നിനക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് ഇന്ന് തന്നെ എഴുതിയിട്ട് മാത്രമേ കിടക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ജേർണൽ കിട്ടുന്നത്. കാഫ്കയാണ് ഈ മനുഷ്യനാണ്, മാക്സ് ബ്രോഡാണ് പിന്നീട് കാസിൽ പബ്ലിഷ് ചെയ്യുന്നത്, ട്രയല്, അമേരിക്ക, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്ലാസിക് വർക്കായിട്ടുള്ള അപ്പനുള്ള കത്ത്. എല്ലാ മുതിർന്ന മനുഷ്യരും, എല്ലാ പാരന്റ് എന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യരും ആ കത്ത് വായിക്കണം. ഒരു വീടിനകത്ത് അതിൻ്റെ ഒരു പാട്രിയാർക്കൽ സമ്പ്രദായത്തിൽ അതിൻ്റെ ഒരു അധികാര ശ്രേണികളിൽ മനുഷ്യൻ എന്തുമാത്രം ഞെരിഞ്ഞവരെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഒരു വിൽപത്രം, അത് കൃത്യമായ ആധാരമായൊരു ചരിത്രം. അത് നല്ല ചങ്ങാതിമാരെ വെറുതെ ഈ രാത്രി ഓർമ്മിക്കാം. മറ്റൊരു നല്ല ചങ്ങാതിയെ കൂടി പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല. അത് വെറുതെ തിയോ എന്ന് പറഞ്ഞ ഒരാളാണ്, വാൻഗോക്ക് എന്ന് പറയുന്ന ഒരു ചിത്രകാരൻ. ഇങ്ങനെ ജീവിതത്തിനും ഭ്രാന്തിനും ഇടയിൽ ഇങ്ങനെ വരമ്പില്ലാതെ ജീവിച്ചൊരു മനുഷ്യനാണ്. ആർക്കും പ്രതീക്ഷയില്ല. അയാളുടെ മീതെ പ്രതീക്ഷയുള്ള ഒരു മനുഷ്യന്റെ പേര് തിയോ എന്ന് പറഞ്ഞ അയാളുടെ സഹോദരൻ മാത്രമാണ്. അയാൾ കഠിനാധ്വാനം ചെയ്യുന്നത് പോലെ ഇയാൾക്ക് വേണ്ടി ഈസിൽ വാങ്ങാൻ, ഇയാൾക്ക് വേണ്ടിയുള്ള പെയിന്റ് വാങ്ങാൻ വേണ്ടിയാണ്. എന്നിട്ട് നിരന്തരമായിട്ട് ഈ ചേട്ടനും അനുജനും തമ്മിൽ കത്തെഴുതിയിരുന്നു. നമ്മുടെ ഭാഷയിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഗുരുനിത്യയാണ് ഒരുപക്ഷെ നമ്മുടെ ഭാഷയിൽ ആദ്യമായിട്ട് ഈ തിയോയുടെ കത്തുകളൊക്കെ പരിചയപ്പെടുത്തുന്നത്. വലിയ വായനയുടെ
ചക്രവള്ളമുള്ളൊരു ആചാര്യന്റെ പേരാണുള്ള ഗുരുനിത്യ. ഈ മനുഷ്യൻ, ഈ തിയോ എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ് ഈ മനുഷ്യന്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ ജീവിതമുള്ളവരെ കണക്കും ഈ മനുഷ്യൻ പെസിമിസ്റ്റാണ്. അവസാനത്തോളം ഇങ്ങനെ നിരാശപ്പെടുത്തിയ ഒരു മനുഷ്യന്റെ പേരാണ് ഈ പറഞ്ഞ വാൻ ഗോഗ് എന്ന് പറയുന്ന ആളെ. കാരണം അവസാനത്തെ വാക്ക് പോലും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇയാളിങ്ങനെ ആത്മഹത്യ ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചു. ഒരു 3 ദിവസം കൂടി ജീവിതം മുമ്പോട്ട് പോയി. അനുജൻ ഇങ്ങനെ അടുക്കിലേക്ക് ഇങ്ങനെ പ്രാണൻ പിടിച്ചുകൊണ്ട് ഓടിയെത്തുമ്പോഴേക്കും അയാൾ അനുജനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ദുഃഖം നിലനിൽക്കുന്നു, ദുഃഖം നിലനിൽക്കുന്നു. ബാക്കിയുള്ളതൊക്കെ കടന്നുപോകും. അതങ്ങനെ തന്നെയാണ്. എൻഡ് ഓഫ് ദ ഡേ ജീവിതം പിഴിയുമ്പോഴേക്കും ശേഷിക്കുന്ന ദുഃഖം മാത്രമാണ്. ഏതിനകത്തും ഇത് വളരെയേറെ ആദരവും ഒക്കെ ഉള്ള രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മനുഷ്യക്കൂട്ടത്തിലുണ്ട്, കലാകാരന്മാരുണ്ട്, ദുഷകണക്കുള്ള യാത്രികരുണ്ട്. എൻഡ് ഓഫ് ദ ഡേ ദുഃഖം മാത്രമാണ്. ഈ മനുഷ്യന് ദുഃഖമാണ്. ഇങ്ങനെ ഒടുവിലത്തെ നീക്കിയിരിപ്പെന്ന് പിടുത്തം കിട്ടിയ മനുഷ്യരെ ചിലർക്ക് കൂട്ടുപോകുന്ന രീതിയുടെ പേരാണ് സൗഹൃദം. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ലൈറ്റായിട്ട് പറയാറുണ്ടല്ലോ, ഇങ്ങനെ ഒരാളുടെ ചങ്ങാതി തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മുഹൂർത്തം അയാളിങ്ങനെ എന്തുമാത്രം വൾണറബിളായ ഒരു പൊസിഷനിൽ പെടുന്നു എന്നുള്ളതാണ്, എന്തുമാത്രം അപമാനത്തിൽ പെടുന്നുള്ളതെന്നാണ്. ദിവസത്തിലെ ഒരു കുഞ്ഞു കാര്യം ഞാൻ പല കാലങ്ങളിൽ പലതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇങ്ങനെ മനുഷ്യന്റെ എല്ലാത്തരം മനുഷ്യരെയും വിധിച്ചുകൊണ്ട് ഒരു ശബ്ദം മുഴങ്ങുമ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ പുറത്തായിട്ടുണ്ട്. അതിങ്ങനെയാണ്: എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നീ എന്ത് ചെയ്തു? മതപരമായ ഒന്നുമില്ല ഇതിനകത്ത്, ഒരു സൂചനയില്ല. അവിടെ മനുഷ്യനോട് എന്ത് ചെയ്യുന്നുള്ളത് മാത്രമാണ്. വാൻ ഗോഗ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്: ദ ബെസ്റ്റ് ഫോം ഓഫ് ആർട്ട് ഈസ് ടു ലവ് പീപ്പിൾ. ഈ മനുഷ്യരെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ ആർട്ടില്ല. അല്ലെങ്കിൽ എന്തിനാ ആർട്ട്? അതിന്റെ അർത്ഥം ഇങ്ങനെ നിങ്ങൾ നന്മയുടെ വർത്തമാനങ്ങൾ മാത്രം പറയണമെന്ന് അർത്ഥമൊന്നുമല്ല കേട്ടോ. ഈ നമ്മൾ ഈ പറയുന്ന സൗത്ത് അമേരിക്കൻ പടങ്ങൾ കണക്കൊക്കെയാണ്. ഒറ്റനോട്ടത്തിൽ ഇങ്ങനെ ഭയങ്കര വയലൻസാണ്, ഭയങ്കര അനാർക്കിയാണ്. പക്ഷെ എന്നാലും അത് പിഴിയുമ്പോൾ ആ ഇരുട്ടിന്ന് വെളിച്ചം വരും. എല്ലാം മനുഷ്യന് വെട്ടം കൊടുക്കാൻ വേണ്ടിയാണ്. എല്ലാം ഇങ്ങനെ സാരോപദേശ കഥകളാണെന്നൊക്കെ അല്ലെങ്കിൽ ഉള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. സാരോപദേശ കഥകളെടുക്കാൻ പറ്റുന്ന വിധത്തിൽ, ടോൾസ്റ്റോയ് കഥകളെടുക്കാൻ പറ്റുന്ന വിധത്തിൽ ലളിതമല്ല മനുഷ്യജീവിതം. മനുഷ്യജീവിതം ഈ ഡോസ്റ്റോവസ്കിക്ക് വേണ്ടിയാണ്, സങ്കീർണമാണ്. അതുകൊണ്ട് തന്നെ രുചിരേഖകളിൽ സഞ്ചരിക്കുക, നേരായി ചിന്തിക്കുക എന്നൊക്കെ പറയുന്നത് എളുപ്പമല്ല. പക്ഷെ പിഴിയുമ്പോൾ കിട്ടുന്നത് വെളിച്ചമാണ്. അപ്പോൾ ഈ തിയോ എന്ന് പറഞ്ഞ എന്തിനെ കൂടി വെറുതെ ഓർത്താന്നല്ല. അയാളുടെ കത്തുകളൊക്കെ ജ്യേഷ്ഠൻ ആ കത്തുകളൊന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ല. പക്ഷെ അനുജൻ അക്കാലത്തിൽ ആരാലും ആദരിക്കപ്പെടാതെ പോയാൽ, ഒരാളാലും പരിഗണിക്കപ്പെടാതെ പോയാൽ, ഇങ്ങനെ കാമുകിമാരാൽ പരിഹസിക്കപ്പെട്ട ജ്യേഷ്ഠൻ എഴുതുന്ന കത്തുകളൊക്കെ ഇങ്ങനെ പൊന്നുപോലെ എടുത്തു വെക്കുകയാണ്. അതിങ്ങനെ ലോകത്തെ മറ്റൊരു ക്ലാസിക് വർക്കായിട്ട് മാറുകയാണ്. വാൻ ഗോഗ് തിയോക്ക് എഴുതിയ കത്തുകൾ ഒരു 3 ഫിലിമെങ്കിലും എൻ്റെ അറിവിൽ ആ കത്തുകൾ ആധാരമാക്കിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ലസ്റ്റ് ഫോർ ലൈഫ്, ഐ ആം തിയോ ഒക്കെ. ഇങ്ങനെ പോസ്റ്റ്മസ് എന്ന് പറയുന്ന കഥകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെ ഒരു പരിഗണനയും സ്നേഹവും ശ്രദ്ധയും കിട്ടാതെ പോയ ചില മനുഷ്യർ മറ്റുള്ളവരുടെ ഓർമ്മകളിൽ എന്തുമാത്രം തളർപ്പുള്ള മനുഷ്യരായിട്ട് ഒറ്റമര പൂമരമൊക്കെ ആയിട്ട് നിന്നതിന്റെ കഥകൾ ഈ പറയുന്നതൊക്കെ. ആ ഒരു പോസ്റ്റ്മസ് എന്ന് പറയുന്ന മരണാനന്തരം എന്ന് പറയുന്ന ആ കുറെ അധികം ഓർമ്മകൾ ഇപ്പോൾ വരുമ്പോൾ ഒരു കുഞ്ഞ് പുസ്തകം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അതിങ്ങനെ അംബേദ്കർ എഴുതി വെച്ച കുറിപ്പാണ്. 6 സെഗ്മെന്റ്സേ ഉള്ളൂ, വളരെ ചെറുതാണ്. എന്തുകൊണ്ടോ
ജീവിച്ചിരുന്ന കാലത്ത് അയാളത് പബ്ലിഷ് ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടില്ല. പിന്നീട് വളരെ റീസെൻ്റ്ലി ആയിട്ടാണ് വെച്ചാൽ നമ്മുടെ ഈ ഒരു ദശകങ്ങളിൽ അല്ലെങ്കിൽ തൊട്ടുമ്പത്തുള്ള ദശകത്തിലൊക്കെയാണ് അത് വരുന്നത്. അങ്ങനെ ഒരു തരത്തിലും ഭേദപ്പെടാത്ത ഇന്ത്യൻ മാനസിക ഘടനയുടെ ശേഷിപ്പാണ്. ഒരു തരത്തിലും ഭേദപ്പെട്ടിട്ടില്ല. ഈ ജാതി എന്ന് പറയുന്നത് അടുത്ത കാലത്ത് ഒരു എഴുത്തുകാർ പറയുന്ന കണക്ക് ജാതി ഡയബറ്റീസ് കണക്കാണ്. അത് വന്നാൽ പോകത്തില്ല. പിന്നെ നിങ്ങൾക്ക് പരമാവധി അതിന് ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകാൻ പറ്റുന്നൊരു ബുദ്ധി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രയും ഇന്ത്യൻ കളക്റ്റീവ് സൈക്കിൾ കിടക്കുന്ന ഒരു സംഭവം ജാതി എന്ന് പറയും. അതിന്റെ ഏറ്റവും കൃത്യമായി ഇരയെന്ന നിലയിൽ 6 ഇൻസിഡൻസ് എഴുതുന്നുണ്ട്. ഒന്നിങ്ങനെ 9 വയസ്സിലെ കുട്ടികൾ ഇങ്ങനെ ഓർക്കാൻ പഠിക്കുന്നത്. അയാളുടെ ബുദ്ധിക്ക് വലിയ കപ്പം കൊടുക്കേണ്ടിട്ട് വരുന്നു. അയാൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇയാളുടെ പ്രധാന അധ്യാപകൻ പറഞ്ഞു, നിനക്ക് വെള്ളം വേണ്ടി വരുമ്പോൾ നീ പ്യൂണെ വിളിച്ചാൽ മാത്രം മതി, വെള്ളം അയാൾ കൊണ്ടുവരും. അത് വളരെ സൗകര്യമാണെന്നേ മിക്കവാറും കുട്ടികൾ കരുതത്തുള്ളൂ. പക്ഷെ ഇയാൾക്കത് പിടുത്തം കിട്ടുന്നുണ്ട്. അതിങ്ങനെ വിദ്യാലയത്തിൽ കിണറെ തൊടാതിരിക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഒന്നാമത്തെ ഓർമ്മ. രണ്ടാമത്തെ ഓർമ്മ ബറോഡയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ്. ഒരിടത്തും അയാൾക്കിങ്ങനെ അയാളുടെ മത്തിൽപ്പെട്ട ഒരിടത്തും അയാൾക്ക് വേണ്ടി സത്രങ്ങളില്ല. അതുകൊണ്ട് അയാളൊരു കള്ളം ചെയ്യുക ജീവിതത്തിന് ആദ്യം അവസാനമായിട്ട്. അല്ലെങ്കിൽ സ്വയം പാഴ്സിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കമ്മിറ്റി നടത്തുന്ന ഒരു ഇടത്ത് ചെല്ലുന്നു. അത് വൈകാതെ തിരിച്ചറിയുന്നു. അവിടെ വെച്ച് ഈ മനുഷ്യനെ കായികമായിട്ട് അവർ നേടുന്നത്. അപ്പൊ അയാൾക്ക് മനസ്സിലായി സ്വന്തം മതത്തിലെ ഇത്തരം ഈ ശ്രേണികൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേറെ ഒരു മതത്തിന് സ്നേഹമില്ല, മറ്റു മതക്കാർക്കും താല്പര്യമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ക്രിസ്ത്യൻ കൺവേർഷനോട്ട് വന്ന മനുഷ്യർ മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരിടത്തുനിന്നും പരിഗണനയില്ല. പിന്നെ മൂന്നാമത്തത് ഇയാളിങ്ങനെ ഗവൺമെന്റിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ കുതിരവണ്ടിക്കാർ വരുന്നില്ല ഇയാളുടെ കൂടെ, അവരെല്ലാം മാറുകയാണ്. അപ്പോൾ അയാളുടെ ഒരു വംശത്തിലോ ഗോത്രത്തിലോ പെട്ടവർക്ക് അത് വളരെ ഒഫൻസീവായിട്ട് തോന്നിയത് കൊണ്ട് അവരൊരു കുതിരവണ്ടി വാടകയ്ക്കെടുത്തിട്ട് ഈ മനുഷ്യരെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അത് അവരുടെ തൊഴിലില്ലാത്തത് കൊണ്ടും പരിചയമില്ലാത്തത് കൊണ്ടും ഒരു ചെറിയ കരുകിലൂടെ വരുമ്പോൾ ഈ കുതിരയും കുതിരക്കാരനും ഒക്കെ വെള്ളത്തിലേക്ക് വീഴുകയും ഈ മനുഷ്യൻ കലിങ്ക വീണ അയാളുടെ അപമാനത്തിന് മീതെ പിന്നെയും മുടങ്ങുണ്ടാവുന്നു. അയാൾക്ക് മുടങ്ങിടക്കാൻ പിന്നെയും കാരണമുണ്ടാകും. പിന്നെ അയാളുടെ കാലം അനുഭവിച്ചൊരു 3 വേദനകളാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും ദീർഘമായിട്ട് പറയാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു. വാസ്തവത്തിൽ അയാൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ശീർഷകമുണ്ട്. അതിങ്ങനെയാണ്, വെയിറ്റിംഗ് ഫോർ ദ വിസ. വിസക്ക് വേണ്ടി കാത്തു നിൽക്കുക. ഈ ദേശത്തിന്റെ ഭരണഘടന ഇങ്ങനെ ഇത്രയും ക്ലാരിറ്റിയോടെ എഴുതിയ, ഇപ്പോഴും തർക്കം വരുമ്പോൾ അടുത്ത ദിവസം ഒരു പെൺകുട്ടി പോലും പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ധനത്തില് മതിപ്പ് പറയാം, പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളുടെ ഭരണഘടന ഉണ്ട്. ഈ നാട്ടില് ഇങ്ങനെ കുറച്ചു കാലമായിട്ട് സഭ്യമല്ലാതെ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടി വാൺ ചെയ്യുന്ന അങ്ങനെയാണ്. അപ്പൊ അത്രയും ഇപ്പൊ പോലും നമ്മൾ ആശ്രയിക്കുന്ന ഈ ഭരണഘടന എഴുതിയ മനുഷ്യൻ തന്റെ ഒരു ഓട്ടോ സ്ക്രിപ്റ്റ്, തന്റെ ഒരു ആത്മരേഖ എഴുതുമ്പോൾ എന്തിനായിരിക്കണം ഈ വാക്കിട്ടത്, വെയിറ്റിംഗ് ഫോർ ദ വിസ. ഞാൻ വിചാരിക്കുന്നു ഇത് നരനായ ഈ പെരുവിഴമ്പലത്തിൽ പെട്ടുപോയ എല്ലാ മനുഷ്യരെയും തലവരെയാണ്. എല്ലാ മനുഷ്യരെയും പേടിയാണ്. തങ്ങൾ ഉറ്റവരുടെ തുരുത്ത്, തങ്ങൾ രൂപപ്പെടുത്തിയ തുരുത്ത്, തങ്ങൾ തുഴഞ്ഞെടുത്തിയ തുരുത്ത്, ആ തുരുത്തിന് പുറത്തു നിന്നുകൊണ്ട് അവർ പേടിച്ചു നിൽക്കുകയാണ്, ഞങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവുമോ ഇല്ലയോ. ആ ഭയത്തിന് തൽക്കാലം നമുക്ക് ലഭിച്ചിട്ടുള്ള പരിഹാരത്തിന്റെ, ശമനത്തിന്റെ, ഔഷധത്തിന്റെ പേരാണ് സ്നേഹിതൻ. നല്ല സ്നേഹിതർക്ക് വാഴ്ത്തുണ്ടാവട്ടെ. താങ്ക് യു.